നമസ്കാരം. കോൺഗ്രസിനുള്ളിലെ കൂട്ടയടിയും തമ്മിൽ കുത്തും തീരുന്നില്ല. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് കോൺഗ്രസ് എന്ന ഓരോ ദിവസവും തെളിയിക്കുകയാണ്. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കൂട്ടയടി നടക്കുകയാണ്. സുധാകരനെ അധ്യക്ഷ പദവിയിൽ നിലനിർത്തണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സുധാകരനെ മാറ്റാതെ പുനഃസംഘടന പൂർണ്ണമാവില്ല എന്നാണ് മറ്റൊരു വിഭാഗം വാദിക്കുന്നത്. എന്നാൽ അടിമുടി പുനഃസംഘടന വേണമെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. അതായത് സുധാകരനെ മാറ്റണമെന്ന കളി നടത്തുന്നത് മറ്റാരുമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്. കോൺഗ്രസിനുള്ളിൽ പുകയുന്ന മറ്റൊരു വിഷയമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ചുമതല നൽകാത്ത വിഷയം. അതായത് ഇക്കാര്യത്തിൽ തനിക്കുള്ള അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ MLA. സംഭവത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടിയിൽ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് ചാണ്ടി ഉമ്മൻ MLA രംഗത്തെത്തിയിരിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ചുമതല നൽകി. അന്ന് പറയേണ്ട എന്ന് കരുതി മിണ്ടാതിരുന്നതാണ്. ഇതിൽ കൂടുതൽ പ്രതികരണത്തിനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പുനഃസംഘടനയിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഉമ്മൻചാണ്ടിക്കും കരുണാകരനും ഒപ്പം നിന്നവരെ താഴെപ്പെട്ടു എന്ന പരാതി തനിക്ക് ലഭിച്ചിട്ടുണ്ട്. താഴെത്തട്ടിൽ വരെ പാർട്ടിക്കാരെ രണ്ടായി പരിഗണിക്കുകയാണ്. ഇതിന് മാറ്റം ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചില ആളുകളെ മാറ്റി നിർത്തുന്ന രീതി പാർട്ടിയിലുണ്ട്. പുനഃസംഘടനയിൽ എല്ലാവർക്കും പ്രാതിനിധ്യം ഉണ്ടാവണം. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോയേ മതിയാവും. ആരെങ്കിലും താഴെപ്പെട്ടാൽ അത് തനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് പോലും. അപ്പൊ അങ്ങനെയാണ് തമ്മിൽ കുത്തുകൾ കൂടുതൽ വഷളാകുന്നത്. ആരെയും മാറ്റി നിർത്തേണ്ടതില്ല ആവശ്യം. അതായത് സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾ നേതൃത്വത്തേക്ക് വരണമെന്നാണ് താൻ പറയില്ലെന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ചാണ്ടി ഉമ്മന്റെ അസാന്നിധ്യം ചർച്ചയായിരുന്നു. ചാണ്ടി ഉമ്മൻ സജീവമാകാത്തത് ചർച്ചയായതോടെ KC വേണുഗോപാൽ ഇടപെട്ടാണ് ചാണ്ടി ഉമ്മനെ പാലക്കാട് എത്തിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയപ്പോൾ ചാണ്ടി ഉമ്മന്റെ അസാന്നിധ്യവും അവിടെ ചർച്ചയായിരുന്നു. KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നും മുൻ KPCC അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മുരളീധരൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പാർട്ടി നേതൃത്വത്തിലേക്ക് യുവാക്കൾ വരട്ടെ എന്ന്. പക്ഷെ അതിനെ പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യമില്ല എന്നാണ് മുരളീധരൻ അഭിപ്രായപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതെന്നും മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നു. പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യം സുധാകരനുണ്ടെന്നും മുരളീധരൻ പറയുന്നു. പിന്നെ മുരളീധരന്റെ വാക്ക് പാർട്ടിക്കുള്ളിൽ ഒരു വിലയില്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് ഈ അഭിപ്രായം കേട്ടതായി പോലും ആരും ഭാവിക്കില്ല എന്നതാണ് സത്യം. ഇങ്ങനെ പോയ കോൺഗ്രസ് എത്ര നാളും ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം.